പാർലമെന്റ് ഇലക്ഷനിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷം നേടി വിജയിച്ച ഹൈബി ഈഡൻ എംപിക്കുള്ള സ്വീകരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും എറണാകുളം ജില്ലാ ബഡ് സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ചെല്ലാനം ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. ഇന്ന് മികവ് 2024 തീരദേശത്തെ ഏറ്റവും വിജയം പ്രാപിച്ച കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്കും ഒരു കൈത്താങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കാഡമിക്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക എന്നുള്ളത് ഇതിൻ്റെ ആദ്യ പടിയാണ് SSLC +2 എന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ എന്തെല്ലാം നേടുന്നു, തീരദേശത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ദുരിതവും പ്രയാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം മറുപടി എന്ന് പറയുന്നത് പരിമിതമായ സാഹചര്യങ്ങളെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള, നിങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ്. അതിനെല്ലാം അപ്പുറമായി ഇനിയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമ്മൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കും. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VT ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈബി ഈഡൻ MP മറുപടി പ്രസംഗം നടത്തി. AICC മെമ്പർ N വേണുഗോപാൽ, ഫാദർ സിബിച്ചൻ ചെറുതിയിൽ, ഫാദർ ആന്റണി ടോപ്പോൾ, ജോൺ പഴയേരി, മിനി അലൂഷ്യസ്, സോജൻ അറക്കൽ, ഷാജി തോപ്പിൽ എന്നിവർ സംസാരിച്ചു. ഒരവസരം നമ്മുടെ MP-ക്ക് കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ബഡ് സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഞങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചത്. ടീച്ചറിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കുട്ടികളെ എല്ലാം വളരെ കൃത്യതയോടുകൂടി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 39 കുട്ടികൾ ഈ ചെല്ലാനം പുത്തത്തോട് മുതൽ തെക്കേ ചെല്ലാനം വരെയുള്ള പ്രദേശത്തെ SSLC +2 കുട്ടികള് മുഴുവൻ A+ വാങ്ങിക്കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനകരമാണ്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ചെല്ലാനം.